പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും ആദിയിലെ പോലെ എന്നുമെന്നും രണ്ട് ലോകങ്ങളിലും, ഈ ലോകത്തിലും വരുവാൻ ലോകത്തിലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ സമൃദ്ധം അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമുക്കാദ്യം ദൈവത്തെ ഒന്ന് കാണാം. നമ്മുടെ ബാഹ്യ കണ്ണുകൾ അടച്ച് ആന്തരിക നയനങ്ങൾ കൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ വചനത്തിൻ്റെ കേൾവിയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു നിമിഷം നമുക്ക് ആ ദൈവത്തെ ഒന്ന് കാണാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും അങ്ങയൊന്ന് കാണാൻ, അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കാൻ, അങ്ങയുടെ ശബ്ദമൊന്ന് കേൾക്കാൻ ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന അതാ. പക്ഷേ അടുത്ത നിമിഷത്തിൽ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ പിടിയിലായി പതറിപ്പോകുന്നു. നാഥ, ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് ഉറപ്പിച്ച് അങ്ങയിൽ ആശ്രയിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനത്തിൻ്റെ കേൾവിയിലായിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഏതൊരു കാര്യത്തിന് വേണ്ടി ഈ മക്കൾ പ്രാർത്ഥനാപൂർവം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു, അവരുടെ മനസ്സിലെ നല്ല യാചനകളെ നൽകി സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ യേശുമിശിഹായുടെ വലിയ നാമത്തിന് ഞങ്ങൾ മുഖത്തം കരയട്ടെ. അങ്ങ് ഇതുവരെ ഞങ്ങൾക്ക് കാവലായി ഞങ്ങളെ കാത്തതുപോലെ തമ്പുരാനെ ഇനിയും കരുണയോടെ കരുതലായി കാവലായിരുന്ന് ഞങ്ങളെ കാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോടൊത്ത് ചിന്തിക്കുന്ന ഒരു വിഷയം ഇതാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിനെ നമുക്ക് ദൃഢമായി നിർത്താൻ കഴിയുന്നില്ല. ഒരു തീരുമാനമെടുത്താൽ, ഒരു നിശ്ചയം ചെയ്താൽ ആ നിശ്ചയത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും മനഃശാസ്ത്രത്തിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകൾക്ക്, ബോധ്യങ്ങൾക്ക് മാറ്റം വരുന്നത് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ അങ്ങനെ തന്നെ മറ്റ് സ്വാധീനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു മാസക്കാലം, 20-21 ദിവസം, കൂടിയത് ഒരു മാസമൊക്കെ ഒരു പക്ഷേ ആ ബോധ്യത്തിലും അനുഭവത്തിലും നിന്നേക്കാം. അത് കഴിയുമ്പോഴേക്കും വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ ആൾ മാറിപ്പോയേക്കാം. എന്താ ഇതിൻ്റെ കാരണം? പലപ്പോഴും നമുക്ക് ഒരു തീരുമാനമെടുത്താൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ നമുക്കതിന് പലപ്പോഴും പറ്റുന്നില്ല. പലരും എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ ഒരു പരാതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? ഇതിൻ്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല, മനസ്സിനെ ദൈവത്തിലാക്കാൻ, ദൈവത്തിൽ ഉറച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. മനസ്സ് എപ്പോഴും തിന്മയിലേക്ക്, വേണ്ടാതിനങ്ങളിലേക്ക്, ഭൗതിക ചിന്തകളിലേക്കൊക്കെ ആഴ്ന്ന് പോകുന്നു. എന്താ? നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതിൻ്റെ സ്വാധീന വലയത്തിൽ നമ്മളാകുമ്പോൾ തീർച്ചയായും ദൈവിക കൂട്ടായ്മയിലും ദൈവിക പദ്ധതികളെക്കുറിച്ചുമൊക്കെ നമ്മൾ വിസ്മരിക്കുകയാണ്. അപ്പം തന്നെ ദി മൊമെൻ്റ് ഇറ്റ് സെൽഫ്, ആ നിമിഷം തന്നെ പിശാച്, തിന്മയുടെ ശക്തി നമ്മളിലേക്ക് കയറി കുടികൊള്ളും. അനുഗ്രഹിക്കപ്പെട്ടവരെ, സാധാരണയായിട്ട് മനഃശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, മനസ്സിന് 3 തലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അബോധതലം, മറ്റൊന്ന് ഉപബോധതലം, മറ്റൊന്ന് ബോധതലം. ബോധതലം, ഉപബോധതലം, അബോധതലം. പലപ്പോഴും ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എന്താണാവോ ഇങ്ങനെ ചെയ്തത്, ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയി, ഞാൻ അറിയാതെയാണ് ആ തെറ്റ് ചെയ്തത്, എനിക്കറിയില്ല എന്താ അങ്ങനെ ചെയ്തു പോയത്. അതായത് വാസ്തവത്തിൽ അതിനെ ചിലരൊക്കെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളുപരി നമ്മുടെ അധോ മനസ്സിൻ്റെ, അബോധ മനസ്സിൻ്റെ, ഏറ്റവും താഴെയുള്ള അടിത്തട്ടിലുള്ള ആർക്കും വെളിപ്പെടാത്തൊരു മനസ്സുണ്ട്. അതിന് മനഃശാസ്ത്രം ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് ഇഡ് എന്നാണ്. അതാണ് നമ്മുടെ ചിന്തകളുടെ
അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനപരമായ ഉറവിടം അതാണ്. അവിടെ നമ്മൾക്ക് സാക്ഷാത്കരിക്കപ്പെടാത്ത മോഹങ്ങളും മോഹഭംഗങ്ങളുമൊക്കെ കുടികൊള്ളുന്നത് ആ ഇഡിലാണ്, അഥവാ അബോധ മനസ്സിലാണ്. ആ അബോധ മനസ്സാണ് ഒരു പരിധിവരെ നമ്മുടെ ബോധ മനസ്സിനെയും നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബോധ മനസ്സ് ഈ പറയുന്ന ജഡിക ആസക്തികളാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ബോധമനസ്സിൽ നന്നായിട്ട് ഇടപെടാൻ കഴിയുന്നത്? ബോധമനസ്സിനെ നിയന്ത്രിക്കുന്നത് അബോധ മനസ്സാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്കങ്ങനെ നന്നായിട്ട് ഇടപെടാൻ കഴിയുന്നത്? നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെ നമ്മുടെ വ്യക്തിത്വവും സംസ്കാരവും വിദ്യാഭ്യാസവും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളുമൊക്കെ അവിടെ ഇടപെടുകയാണ്. ബോധ മനസ്സിൽ നമ്മൾ സംസ്കാര സമ്പന്നനായി, മാന്യനായി, അന്തസ്സുള്ളവനായി ഇടപെടുകയാണ്. അപ്പോൾ അബോധ മനസ്സിൻ്റെ ആ ശക്തിയേറിയ തീവ്രമായ ജഡീക ആസക്തികളെ നിയന്ത്രിക്കുകയാണ്. നമുക്കൊരു മനുഷ്യരോട് ദേഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദേഷ്യം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളെക്കാൾ ഉയർന്ന ഒരാളാണ്, നമുക്കത് ദേഷ്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉറക്കത്തിൽ നമ്മൾ ഒരുപക്ഷെ സ്വപ്നം കണ്ടേക്കാം. ആ സ്വപ്നത്തിൽ നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്നതായിട്ടോ നമ്മൾ കണ്ടേക്കാം. പിന്നീട് അയാളോടുള്ള ആ വൈരാഗ്യവും ദേഷ്യവുമൊക്കെ വിസ്മരിച്ചു പോയേക്കാം, മറന്നു പോയേക്കാം. ഇത് അബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്നാൽ വേദശാസ്ത്രത്തിൽ വാസ്തവത്തിൽ ഈ അബോധ മനസ്സിൻ്റെ ചിന്തകൾക്ക് കൂട്ടായി നിൽക്കുന്നത്, ജഡീക ആസക്തികൾക്ക് കൂട്ടായി നിൽക്കുന്നത് പിശാചിൻ്റെ ബന്ധങ്ങളാണ്. പൈശാചികമായ ചില ആഗ്രഹങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. എന്നാൽ ഈ മനസ്സിനെ എങ്ങനെ ദൃഢമായി തിരിച്ചെടുക്കാം? പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും എങ്ങനെ നമുക്ക് ഉറ്റിരിക്കാം? മാന്യമായി എങ്ങനെ പെരുമാറാം? നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മനസ്സിൻ്റെ ബോധ തലങ്ങളിൽ എപ്പോഴും എങ്ങനെ നിലനിൽക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോടൊത്ത് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം. മനസ്സിൻ്റെ രൂപാന്തരം വഴി മാനസാന്തരപ്പെടുവീൻ. കർത്താവായ യേശു മിശിഹായ പലപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത്, കർത്താവായ യേശു മിശിഹായുടെ പ്രസംഗ വിഷയം തന്നെ മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതായിരുന്നു. കർത്താവായ യേശു മിശിഹായ്ക്ക് മുന്നോടിയായി വന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെയും പ്രസംഗ വിഷയം അനുതപിക്കുവീൻ, പശ്ചാത്തപിക്കുവീൻ, മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതായിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ നിങ്ങളോട് ചിന്തിക്കുന്ന വിഷയം, പരിശുദ്ധനായ ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനമാണ്. റോമാലേഖനത്തിൽ ആദ്യത്തെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ദൈവിക ബന്ധങ്ങളെക്കുറിച്ച് എങ്ങനെയായിരിക്കണം എന്നെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ 12-ാം അധ്യായത്തിൽ നമ്മുടെ ചുമതലകളെ, ഉത്തരവാദിത്തങ്ങളെ, ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ ശ്രദ്ധിക്കണേ. അങ്ങനെ 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ ശ്ലീഹ കൽപ്പിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും ഒരു കൺഫ്യൂഷൻ നമ്മെ പിടിപെടാറുണ്ട്. എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ദൈവ ഇഷ്ടമാണോ? ഇത് മനുഷ്യർക്ക് ഇഷ്ടമാകുമോ? ഇത് ചെയ്യാൻ എന്താ മാർഗം എന്നൊക്കെ ഒരുപക്ഷെ കൺഫ്യൂഷൻ നമ്മളെ വേട്ടയാടാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവം കൽപ്പിക്കുന്നു, തിരുവചനത്തിലൂടെ പരിശുദ്ധ ശ്ലീഹായിലൂടെ ദൈവം കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളും ആഡംബരങ്ങളുമാണ്.
അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ സ്വാധീനങ്ങളാണ് വാസ്തവത്തിൽ ഒരു ജഡീക മനുഷ്യനെ സ്വാധീനിക്കുന്നത് ശക്തിയായിട്ട്. എന്നാൽ ദൈവം പറയുന്നു, സ്ലിഹായിലൂടെ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. അതെങ്ങനെ സാധിക്കും? മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ രൂപാന്തരീകരണം, മനസ്സിൻ്റെ നവീകരണം അത് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്നതല്ല. ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സ് നവീകരിക്കപ്പെട്ട് കഴിഞ്ഞു, രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയാകുമ്പോൾ വീണ്ടും 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 തിന്മയിലേക്ക്, അധമമായ ചിന്തകളിലേക്കും തോന്നലുകളിലേക്കുമൊക്കെ നമ്മൾ വഴുതിപ്പോയേക്കാം. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ നവീകരണം എന്ന് പറയുന്നത് ഒരു നിരന്തര പ്രോസസ്സിംഗ് ആണ്, ഒരു നിരന്തരമായ ജോലിയാണ്, നിരന്തരമായി ചെയ്യേണ്ട ഒരു കർമ്മമാണത്. എന്നും എന്നും മനസ്സിനെ നവീകരിച്ചു കൊണ്ടിരിക്കണം. കാരണം സാത്താൻ നമ്മുടെ ചിന്തകളിൽ പെട്ടെന്ന് കയറി വാസം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. അപ്പോൾ മാത്രമേ ദൈവഗീതം എന്തെന്നറിയാൻ കഴിയൂ. അപ്പോൾ മാത്രമേ നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ നമുക്ക് കഴിയൂ. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. നമ്മുടെ വാസ്തവത്തിൽ ശരീരം, മനസ്സ്, ആത്മാവ് എന്ന 3 തലങ്ങളുണ്ടല്ലോ. എന്നാൽ നമ്മുടെ ആത്മാവ് എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സാക്ഷിയുടെ ഇരിപ്പിടമാണ്. സ്പിരിറ്റ് ഈസ് എ സീറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഓഫ് ഗോഡ്. ദൈവീക പദ്ധതികളെക്കുറിച്ച്, ദൈവീക മനസ്സാക്ഷിയുടെ ഇരിപ്പിടമാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. എന്നാൽ ആത്മാവിനെ അതിജീവിക്കുന്നതാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ചിന്തകളെ അതിജീവിക്കുന്നതാണ് ഈ ലോകത്തിലെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. മനസ്സോ, മൈൻഡ് ഈസ് എ സീറ്റ് ഓഫ് സെൽഫ് കോൺഷ്യസ്നസ്. നമ്മുടെ സ്വന്തം മനസ്സാക്ഷിയുടെ, നമ്മുടെ ഭൗതികമായ മനസ്സാക്ഷിയുടെ ഇരിപ്പിടമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ശരീരമോ, നമ്മുടെ ശരീരം ഈ ലോക ചിന്തകളുടെ, ഈ ഭൗതികതയുടെ ഇരിപ്പിടമാണ്, ലോകസുഖത്തിൻ്റെ ഇരിപ്പിടമാണ് നമ്മുടെ ശരീരം. ശരീരം സുഖകരമായ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സ് ന്യായമായ വിധത്തിൽ മനസ്സാക്ഷി നമ്മളെ ബോധ്യപ്പെടുത്തും അത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന്. എന്നാൽ അവിടെയെല്ലാം ഞെരങ്ങി വേദനിക്കുന്ന ഒന്നുണ്ട്, അതാണ് ആത്മാവ്. ദൈവത്തിൻ്റെ മനസ്സാക്ഷിയാണ്, ദൈവിക അംശമാണ് നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അപ്പോൾ ആ ചിന്തയിലേക്ക് നിരന്തരം മനസ്സിനെ നവീകരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ദുഷിച്ച പ്രവണതകളെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. കോരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്. സ്ലീഹ പഠിപ്പിക്കുന്നു, എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ, സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ലോക ജീവിതത്തിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വാസ്തവമാണ് ദൈവിക ബന്ധത്തിൽ നിന്നുള്ള അകന്നുപോക്ക്, അല്ലെങ്കിൽ നന്മയിൽ നിന്നുള്ള അകന്നുപോക്ക്, അല്ലെങ്കിൽ മനസാക്ഷിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് സ്ലീഹ പറയുന്നത്, നിരന്തരം മനസ്സിൻ്റെ രൂപാന്തരീകരണം പ്രാപിക്കുവീൻ, മനസ്സിൻ്റെ നവീകരണം വഴി നിരന്തരം രൂപാന്തരപ്പെടുവീൻ. നോക്കൂ, ഹവ്വായെ പണ്ട് തന്ത്രപൂർവം പിശാച്, സാത്താൻ, സർപ്പം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു.
അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വിശുദ്ധിയിലായിരിക്കാൻ, ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിലും ലാളിത്യത്തിലുമായിരിക്കുവാൻ വിശുദ്ധ ശ്ലീഹ ആഗ്രഹിക്കുകയാണ്, ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് നമുക്ക് അത് സാധ്യമാക്കി തീർക്കുന്നത് തീർച്ചയായും തിരുവചനത്തിലൂടെ മാത്രമാണെന്നാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവീൻ. ഇതാണ്, ശ്രദ്ധിക്കുക നിങ്ങൾ, ഇതെന്താ ഇത്? അതാണ് നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ദൈവാരാധന എന്നാൽ യഥാർത്ഥമായ ദൈവാരാധന എന്താണെന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവീൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, അതിന് സാധിക്കുവാൻ വേണ്ടിയാണ് ശ്ലീഹ 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആ വിശുദ്ധിയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിശാച് നിങ്ങളെ കീഴ്പ്പെടുത്തിയേക്കാം. നിങ്ങളുടെ അബോധ മനസ്സിൻ്റെ പിടി, നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങളൊക്കെ നിങ്ങളെ പിശാചിൻ്റെ പിടിയിലേക്ക് ആനയിച്ചേക്കാം. ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കുമ്പോഴാണ് നല്ലതെന്തെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നത്, വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നത്, പരിപൂർണതയിലേക്ക് നിങ്ങൾ എത്തുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശ്രദ്ധിച്ചു നോക്കുക. 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 21 വരെയുള്ള വചനങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹം നിർവ്യാജ്യമായിരിക്കണം. നിൻ്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്കുമ്പോൾ നീ എങ്ങനെയാകും? നിർവ്യാജ്യമായ സ്നേഹമുള്ളവരായിരിക്കും. വ്യാജ്യം ഇല്ലാത്ത നിഷ്കപടമായ സ്നേഹമായിരിക്കും നിന്നിലുണ്ടാകുന്നത്. 12-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, ചുമതലകളെ, ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നത് എന്തെല്ലാം. ശ്രദ്ധിക്കാം നമുക്ക്. 9-ാമത്തെ തിരുവചനം, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. രണ്ടാമത് അതിൽ തന്നെ പറയുകയാണ്, 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിൽ തന്നെ പറയുകയാണ്, തിന്മയെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേരണം, തിന്മയെ ദ്വേഷിച്ച് നന്മയെ മുറുകെ പിടിക്കും. കണ്ടോ? ഇതിന് നമുക്ക് സാധിക്കണം. നിങ്ങളൊന്ന് കുറിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഈ വേദഭാഗം നിരന്തരം വായിച്ച് മനഃപ്പാഠമാക്കുന്നത് വളരെ അനുഗ്രഹകരമാണ്. ഒന്നാമത്തേത് നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം. രണ്ടാമത് നിങ്ങൾ തിന്മയെ വെറുത്ത് നന്മയെ മുറുകെ പിടിക്കണം. ഇനി 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണ്, സഹോദര സ്നേഹത്തിൽ പരസ്പരം വസിക്കണം. പരസ്പരം സഹോദര സ്നേഹത്തിൽ വസിക്കണം. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവീൻ. ഇനി പറയുകയാണ് അടുത്തത്, 4-ാമത്, സഹോദരരെ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കണം. നമ്മളൊക്കെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവൻ പെരുമാറിയില്ലെങ്കിൽ അത് എൻ്റെ മാതാവായാലും പിതാവായാലും സഹോദരനായാലും മക്കളായാലും ആരായാലും എൻ്റെ ഇഷ്ടത്തിനൊത്ത് ആയില്ലെങ്കിൽ എനിക്ക് വിഷമവും വേദനയും നിരാശയും അതിൽ നിന്ന് കോപവും ജ്വലിക്കുന്നു. നോക്കൂ, വചനം പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവീൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. എന്നെപ്പോലെ തന്നെ വികാരങ്ങളും ചിന്തകളും തോന്നലുകളും ബോധ്യങ്ങളും എൻ്റെ കൂടപ്പിറപ്പിനുണ്ട്, എൻ്റെ കൂടെയുള്ളവനുണ്ട്, എൻ്റെ കൂടെ പൊറുക്കുന്നവനുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ആ ബഹുമാനത്തിന് നമുക്ക് കഴിയുന്നത്. ഇനി 5-ാമത്തെ കാര്യം ഇതാണ്. 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നു, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അതായത് 5-ാമത്തെ കാര്യം, തീഷ്ണതയിൽ മാന്യമുണ്ടാകരുത്.
അഥവാ ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകരുത്. ദൈവിക പദ്ധതിയിലും നന്നായി ജീവിക്കാനുള്ള ഉത്സാഹത്തിൽ, ദൈവാശ്രയത്തിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഇതെന്താ നടക്കാത്തത്, ദൈവം ഇടപെടുന്നില്ലേ? ഇതൊക്കെ ദൈവത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ചിന്തയാണ്. അതാണ് തീഷ്ണതയിൽ മാന്യമുണ്ടാകുന്നത്, അഥവാ നമ്മുടെ ഉത്സാഹത്തിൽ നമുക്ക് മടുപ്പുണ്ടാകുന്നത്. ആറാമത്തെ കാര്യം എങ്ങനെയാണ്? ആത്മാവ് കത്തിജ്വലിക്കണം. ദൈവസ്നേഹത്തിൽ ആത്മാവ് കത്തിജ്വലിക്കണം. അതാണ് ആറാമതായിട്ട് അവിടെ പറയുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ തന്നെയാണ് ആ കാര്യം പറയുക. ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. 7-ാമത്തെ കാര്യം അതാണ്, ഉത്സാഹത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കണം. 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ 3 കാര്യമാണ് പറയുന്നത്. തീഷ്ണതയിൽ മാന്ദ്യമുണ്ടാകരുത്, ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകരുത്. മറ്റൊന്ന്, ആത്മാവിൽ കത്തിജ്വലിക്കണം ദൈവസ്നേഹത്തിൽ. 3-ാമതായിട്ട് പറയുന്നത് ഉത്സാഹത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കണം. ഇനി 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ 8-ാമത്തെ കാര്യം തിരിച്ചറിയുകയാണ്. പ്രത്യാശയിൽ സന്തോഷിക്കുവീൻ. 9-ാമത്തെ കാര്യം, ക്ലേശങ്ങളിൽ, കഷ്ടതയിൽ സഹനശീലരായിരിക്കുവീൻ. വിപതി ധൈര്യം കാണിക്കുവീൻ. മനുഷ്യന് കഷ്ടങ്ങളും ക്ലേശതകളും ഉണ്ടായേക്കാം, അവിടെ ധൈര്യം അവലംബിക്കുവീൻ. 10-ാമത്തെ കാര്യം ഇതാണ്, പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടാകണം. പ്രാർത്ഥനയിൽ സ്വയം സംരക്ഷണം നേടണം. നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പിടിയിലായിരിക്കുന്ന കാര്യങ്ങളെ നമുക്കൊരു പക്ഷേ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നമ്മുടെ പിടിക്കപ്പുറമായി വരുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. അത് പ്രാർത്ഥനയിലൂടെ സ്വയ സംരക്ഷണം നേടിയെടുക്കാനാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. 11-ാമത്തെ കാര്യം, അതായത് 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നു, ആവശ്യത്തിലിരിക്കുന്ന വിശുദ്ധരെ, ഭക്തരെ സഹായിക്കണം. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവീൻ. ഇനി 12-ാമത്തെ കാര്യം എന്താണ്? അതിഥികളെ സൽക്കരിക്കണം. ഇതൊക്കെ ഒരു ക്രൈസ്തവൻ്റെ വലിയ ഡ്യൂട്ടിയാണ്. ഇനി പറയുന്നു 13-ാമത്തെ കാര്യം, ഉപദ്രവിക്കുന്നവരെ, കഷ്ടപ്പെടുത്തുന്നവരെ അനുഗ്രഹിക്കണം, ശപിക്കരുത്. 14-ാമത് പറയുകയാണ്, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കണം, കരയുന്നവരോടുകൂടെ കരയണം. നിങ്ങൾ ഈ വചനം 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 21 വരെയുള്ള വചനം ആഴത്തിൽ വായിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വായിക്കണം. 15-ാമതൊരു കാര്യമുണ്ട്, അന്യോന്യം യോജിപ്പോടെ വർത്തിക്കണം. 16-ാമത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വലിപ്പം ഭാവിക്കാതെ, അതായത് ഔദത്യം വെടിഞ്ഞ്, ഞാൻ വലിയവനാണുള്ള ചിന്ത വെടിഞ്ഞ് എളിയവരോട് ചേർന്ന് നിൽക്കണം. 17-ാമത് പറയുന്നു, സ്വയപ്രശംസയും സ്വാഭിമാനവും ദുരഭിമാനവും ഇല്ലാതാക്കണം. അതുണ്ടാകരുത്. ഇനി പറയുന്നു 18-ാമത്, നമ്മുടെ സ്വഭാവം എല്ലാവരുടെയും മുമ്പിൽ യോഗ്യമായ വിധത്തിലായിരിക്കണം. എല്ലാവരെയും എല്ലാ തരത്തിലും പ്രീതിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ ശ്ലീഹ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, 12-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ സ്വഭാവം എല്ലാവരുടെയും മുമ്പിൽ യോഗ്യമായിരിക്കണം. ഇനി 19-ാമത്തെ കാര്യം ഇങ്ങനെയാണ്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം. 20-ാമത്തെ കാര്യം ഇങ്ങനെയാണ്, പ്രതികാര ചിന്തയുണ്ടാകരുത്. 21, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, മനസ്സിനെ നമ്മൾ നിരന്തരം രൂപാന്തരപ്പെടുത്തുമ്പോൾ, നവീകരിക്കുമ്പോൾ വലിയ കൃപകളിലേക്ക്, ഈ നല്ല പെരുമാറ്റ ശൈലിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ടാണ് ശ്ലീഹ അടിവരയിട്ട് പറയുന്നത്, നിങ്ങൾ മനസ്സിൻ്റെ നിരന്തര രൂപാന്തരപ്പെടലിന് ആഗ്രഹിച്ചിരിക്കണം. ശുദ്ധമുള്ള റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ പരിശുദ്ധനായ ശ്ലീഹ കൽപ്പിക്കുന്നു, ജഡീക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിൻ്റെ തോന്നലുകളും ആഗ്രഹങ്ങളും ഒക്കെ ഒരുപക്ഷെ
നമ്മുടെ പിടിക്ക് അപ്പുറമായി പോയേക്കാം. ജഡീക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ അഭിലാഷങ്ങൾ നിത്യജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. സമാധാനമായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മീയ അഭിലാഷങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. 8:7 നമ്മൾ കാണുന്നത്, ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ജഡീക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് ആത്മീയരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപകൾക്ക് നിരന്തരം സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ശാന്തമായി, നല്ല വ്യക്തിത്വത്തിന്, മറ്റുള്ളവരെ നമ്മളെ നല്ലവരെന്ന് വിളിക്കാനുള്ള നല്ലൊരു വ്യക്തിത്വത്തിന് പ്രാപ്തമായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മനസ്സിൻ്റെ നിരന്തരമായ നവീകരണം വഴി രൂപാന്തരപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ശക്തനുമായ ദൈവമേ, അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഓരോ ചലനങ്ങളെയും ഓരോ ചിന്തകളെയും വികാരങ്ങളെയും അങ്ങ് നിയന്ത്രിക്കണമേ. അവിടുത്തെ വലിയ കൃപ മുഖാന്തരം നന്മയിലേക്ക്, സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ വചനത്തിൻ്റെ കേൾവിയിലായിരിക്കുന്ന ഓരോരുത്തരിലും, ഓരോ കുടുംബങ്ങളിലും പുതിയ മാറ്റം സംഭവിക്കാൻ, പുതിയ അനുകൂലമായ അനുഗ്രഹം നിറവേറ്റപ്പെടാൻ നാഥ അവരുടെ മനസ്സിനെ അങ്ങ് രൂപാന്തരീകരിക്കാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, വലിയ ശക്തിയാൽ ഈ കുടുംബങ്ങളിലും വ്യക്തികളിലും നിറയണമേ. മനസ്സിന് രൂപാന്തരീകരണം സംഭവിക്കട്ടെ. ദൈവത്തിന് മാത്രമേ ഞങ്ങളുടെ മനസ്സിന് രൂപാന്തരത്തിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥങ്ങൾക്ക് അവരായിരിക്കുന്നല്ലോ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനായ യേശുമിശിഹായുടെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നടത്തിപ്പാൽ ഞങ്ങളെ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.